ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് ദ്വീപുകളിലാണ് ആദ്യം പുതുവർഷമെത്തിയത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും പുതിയ വകഭേദത്തിന്റെ ആശങ്കയിലും 2021 വരവേൽക്കുകയാണ് ലോകം. പുതുവത്സരാഘോഷത്തിന് പേരുകേട്ട സിഡ്നി അടക്കമുള്ള ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ആഘോഷം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആതിര സുധാകരൻ ചേരുന്നു. ആതിര, പുതുവർഷം പിറന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ? എവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭ്യമായത്? തന്നെ ലോകത്ത് പസഫിക് ദ്വീപുകളിലാണ് പുതുവർഷം ആദ്യം എത്തിയത്. ഇന്ത്യ സമയം 3:30 കൂടിയാണ് പസഫിക് ദ്വീപുകളിൽ പുതുവത്സരം എത്തിയത്. ഡോങ്ക, സമോവ, കിരിബാത്തി ദ്വീപുകളിലാണ് ആദ്യം 2021 പിറന്നത്. തുടർന്ന് 3:45 കൂടി ന്യൂസിലൻഡിലും 2021 എത്തി. വലിയ ആഘോഷങ്ങളാണ് 2021 പല രാജ്യങ്ങളിലും ഉള്ളത് എങ്കിൽ കൂടിയും കോവിഡിന്റെ വലിയ നിയന്ത്രണങ്ങൾ തന്നെയുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, നോർത്ത്, സൗത്ത് കൊറിയകൾ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ 2021 വരവേൽക്കും. തുടർന്ന് രാത്രി 12 മണിയോട് കൂടിയാണ് ഇന്ത്യയിൽ 2021 പിറക്കുക. ധന്യ പറഞ്ഞതുപോലെ തന്നെ ഒരു മഹാമാരിയെ കടന്ന് പുതിയ ഒരു വർഷത്തെ സ്വാഗതം ചെയ്യുകയാണ് ലോകമെമ്പാടും. ഈ ലോകത്തെ എമ്പാടും പിടിച്ചുലച്ച കോവിഡ് പ്രതിസന്ധി, ഇപ്പോൾ ബ്രിട്ടനിൽ പുതിയ രൂപം കൊണ്ട കോവിഡ് വകഭേദം അടക്കം വലിയ ആശങ്കയ്ക്കിടയിലാണ് 2021 ലോകം വരവേൽക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സിഡ്നി പുതുവത്സര ആഘോഷത്തിന് ഏറെ പേര് കേട്ട ഒരു നഗരമാണ്. അവിടെ ഇത്തവണ ലോക്ക്ഡൌൺ ആണ്. ജനങ്ങളോട് പുറത്തിറങ്ങേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം അവിടുത്തെ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എല്ലാ ആഘോഷങ്ങളും ഒക്കെ ടിവികളിലേക്കും ഡിജിറ്റൽ രീതികളിലേക്കും ഓൺലൈൻ രീതികളിലേക്കും ഒക്കെ ലോകത്തെമ്പാടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ തവണയും ഉള്ളതുപോലെ സിഡ്നിയിൽ വലിയ ആകാശ വിസ്മയങ്ങളോ കലാപരിപാടികളോ ഒന്നും ഈ വർഷമില്ല. എങ്കിലും ചെറിയ ചെറിയ ഇളവുകൾ ആഘോഷങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ജനങ്ങൾ പുറത്തിറങ്ങേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഭരണകൂടം ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ജർമ്മനിയിൽ ആയപ്പോലും ഇപ്പോഴും അവിടെ ഭാഗിക ലോക്ക്ഡൌൺ ആണ്. ആ ഒരു ഭാഗിക ലോക്ക്ഡൌൺ പല നഗരങ്ങളിലും ഇപ്പോഴും ഉണ്ട്. വലിയ പോലീസ് വിന്യാസങ്ങളും ഒക്കെ പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങി കൂട്ടം കൂടാതെ ഇരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇത്തവണ പുതുവത്സരം എത്തിയിരിക്കുന്നത്. ശരി, നന്ദി ആതിര. 2021 ജനുവരി 1 മുതൽ ചെക്ക് നൽകുന്നവർ തുകയും എന്തിന് നൽകുന്നു എന്നും വ്യക്തമാക്കാതെ ചെക്കുകൾ പാസ്സാകില്ല. ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈലിലേക്ക് വിളിക്കാൻ 0 ചേർക്കണം. എല്ലാത്തിനും പുറമെ ജനുവരി 1 മുതൽ പഴയ പല ഫോണുകളിലും വാട്സ്ആപ്പ് പ്രവർത്തിക്കുകയുമില്ല. നിരവധി മാറ്റങ്ങളോടെയാണ് ഈ പുതുവർഷം കടന്നുവരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് നിമേഷിന്റെ റിപ്പോർട്ട്. വാട്സപ്പ് ഇല്ലാത്ത ലോകം ചിന്തിക്കാൻ പോലും കഴിയാത്ത തലമുറയാണിത്. വാട്സപ്പ് വലിയ മാറ്റമാണ് ഈ പുതുവർഷത്തിൽ പ്രഖ്യാപിച്ചത്. iOS 9-ൽ താഴെയുള്ള ഐഫോണുകളിലും ആൻഡ്രോയിഡ് 4.0.3-ൽ താഴെയുള്ള ഫോണുകളിലും ഇനി വാട്സപ്പ് കിട്ടില്ല. ആ മോഡലുകൾ നോക്കാം. ആൻഡ്രോയിഡിന്റെ നോക്കുകയാണെങ്കിൽ HTC Desire, LG Optimus Black, Motorola Droid Racer, സാംസങ് ഗാലക്സി S2 എന്നീ ഫോണുകളിലൊന്നും ഇനി വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആപ്പിളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ iPhone 4S, iPhone 5, iPhone 5s എന്നീ ഫോണുകൾ ഇനി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാത്ത പക്ഷം നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ ആവില്ല. അടുത്തൊരു മാറ്റം പുതുവർഷത്തിൽ വരാൻ പോകുന്നത് ചെക്കുകളെ സംബന്ധിച്ചാണ്. ചെക്ക് നൽകുമ്പോൾ നൽകുന്നയാളിൽ നിന്ന് വിശദാംശങ്ങൾ വാങ്ങിയ ശേഷമേ അത് പാസ്സാക്കാറുള്ളൂ. 50,000 രൂപയിൽ കൂടുതലുള്ള ചെക്കുകൾക്കായിരിക്കും ഇത് ബാധകം. തുക ആർക്ക് നൽകുന്നു, ചെക്കിലെ തീയതി, അക്കൗണ്ട് നമ്പർ എന്നിവ നൽകുന്നയാൾ വ്യക്തമാക്കണം. ബ്ലാങ്ക് ചെക്കുകൾ വാങ്ങിയിട്ടുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാനാണ് ഈ പുതിയ നിയമം. നിലവിൽ ചെക്ക് ലഭിക്കുന്നയാൾ നൽകുന്ന വിവരം അനുസരിച്ച് പാസ്സാക്കുകയാണ് ചെയ്തിരുന്നത്. അടുത്തൊരു മാറ്റം എന്ന് തോന്നുന്നത് കാർഡ് തൊടാതെ 5,000. കാർഡ് നേരിട്ട് കൈമാറാതെ പിൻവലിക്കാവുന്ന തുക 2,000 രൂപയായിരുന്നു. അത് ഇനി മുതൽ 5,000 ആകും. കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ വഴി ഇനി ഈ 5,000 രൂപ വരെ കൈമാറാം. കോവിഡ് പശ്ചാത്തലത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പോകുമ്പോൾ ഈ പുതിയ സംവിധാനം നമുക്ക് ആശ്വാസകരമാകും. ഇനി ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈലിലേക്ക് വിളിക്കണമെങ്കിൽ 0 ചേർക്കണം. എല്ലാ മൊബൈൽ നമ്പറുകൾക്കും മുൻപ് 0 കൂടി ചേർത്താൽ മാത്രമേ ഇനി ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാൻ കഴിയൂ. ഫലത്തിൽ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ മൊബൈൽ നമ്പർ 10 അക്കത്തിൽ നിന്ന് 11 അക്കമാകും എന്നർത്ഥം. ഗൂഗിൾ പേയുടെ വെബ് ആപ്പ് സൈറ്റ് ഡിസംബർ 31 അവസാനിക്കുകയാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ പേ. ഒരു കാര്യം കൂടി ഓർക്കണം, ഫോണിൽ നിന്നുള്ള ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്നിവ പഴയതുപോലെ തന്നെ തുടരും. ഇതിനെല്ലാം പുറമെ കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം കൂടി അറിയാം, കാറ് വാങ്ങുമ്പോൾ ഇനി കാശും കൂടും. മാരുതിയും മഹീന്ദ്രയും നിരക്ക് വർധന ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഹീന്ദ്രയും ഹോണ്ടയും നിരക്ക് കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ. എത്ര തുകയാണ് കൂടുക എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും ഇതൊക്കെയാണ് ഈ പുതുവർഷത്തിലുള്ള മാറ്റങ്ങൾ.
കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10 മണി വരെ മാത്രമേ ആഘോഷങ്ങൾ അനുവദിക്കൂ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സിജോ ബി ജോൺ ചേരും. അശ്വിൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അശ്വിൻ വല്ലത്തിലേക്ക്. അശ്വിൻ, കോഴിക്കോട് എങ്ങനെയാണ്? ബീച്ചിലൊക്കെ വൈകുന്നേരം മുതൽ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. എങ്ങനെയാണ്? പല ഇടങ്ങളിലും ആഘോഷ പരിപാടികൾ നടക്കേണ്ടതായിരുന്നു, പക്ഷേ കോവിഡ് സാഹചര്യം മൂലം എവിടെയും ആഘോഷമില്ല എന്ന് തന്നെയാണോ കോഴിക്കോട് എന്ന് മനസ്സിലാക്കേണ്ടത്? ധന്യ, കർശന നിയന്ത്രണങ്ങളാണ് പുതുവത്സരാഘോഷ പരിപാടികൾക്ക് കോഴിക്കോട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നുള്ള നിലയ്ക്കാണ് കാലാവസ്ഥയുടെ ഒരു മാറ്റം. ഉച്ച മുതൽ തന്നെ വലിയ മഴ, അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലും മഴയുമാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട് കോഴിക്കോട് നഗരത്തിലെല്ലാം. അതുകൊണ്ട് തന്നെ ബീച്ചിൽ സാധാരണ ഉണ്ടാകുന്ന ആൾ തിരക്ക് പോലും ഇന്ന് ഒരു പുതുവത്സര തലേന്നായിട്ട് പോലും ഇന്ന് ഇല്ല എന്ന് വേണം പറയാൻ. പോലീസ് കർശന നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 6 മണി വരെ മാത്രമാണ് ബീച്ചിലേക്കുള്ള പ്രവേശനം. അത് കഴിഞ്ഞാൽ ബീച്ചിലേക്കുള്ള എല്ലാ റോഡുകളും പോലീസ് ബ്ലോക്ക് ചെയ്യും. പിന്നീട് ഈ ബീച്ചിൽ വരുന്ന ആളുകൾ, നേരത്തെ എത്തിയിട്ടുള്ള ആളുകൾ 7 മണിക്ക് മുൻപ് തന്നെ ബീച്ചിൽ നിന്ന് പോവേണ്ടതുമാണ്. അങ്ങനെയാണ് ബീച്ചിലെ നിയന്ത്രണങ്ങൾ. മറ്റ് സ്ഥലങ്ങളിലെ പാർട്ടികൾക്കെല്ലാം 10 മണി വരെ മാത്രമാണ് സമയം. ഒപ്പം തന്നെ DJ പാർട്ടികൾ, അത്തരത്തിലുള്ള പാർട്ടികൾക്കൊന്നും ഇത്തവണ അനുമതിയുമില്ല. അതുകൊണ്ട് ഹോട്ടലുകൾ പൂർണ്ണമായും ഇത്തവണ ശ്രദ്ധിക്കുന്നത് ബുഫേ പാർട്ടികളിലേക്കാണ്. പക്ഷേ ബുഫേ പാർട്ടികളിൽ ഓപ്പൺ എയറായി സെറ്റ് ചെയ്തിരുന്ന ബുഫേ പാർട്ടികൾ ഇനി ഇൻഡോറായി മാറ്റേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക ഹോട്ടൽ ഉടമകൾക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം കാലാവസ്ഥയുടെ ഒരു മാറ്റം ആ പാർട്ടികളെയും ബാധിച്ചേക്കും. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതുവത്സര രാവ് ഇത് അത്ര കണ്ട് ആഘോഷഭരിതമാവാൻ സാധ്യതയില്ല കോഴിക്കോട്. ശരി അശ്വിൻ, തിരിച്ചു വരാം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സിജോ ബി ജോൺ ചേരുന്നു. സിജോ, ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്ന സിറ്റികളിലൊന്ന് കൊച്ചിയാണ്. പുതുവത്സര ആഘോഷങ്ങൾ എത്രത്തോളം നിയന്ത്രണത്തോടെയാകും നടക്കുക? ധന്യ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും കൊച്ചിയുടെ ഒരു ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഈ പപ്പാഞ്ഞി കത്തിച്ചുകൊണ്ടാണ് രാത്രി 12 മണി കഴിയുമ്പോൾ പപ്പാഞ്ഞി കത്തിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പപ്പാഞ്ഞി സ്ഥിരമായി കത്തിച്ചിട്ടൊരു സ്ഥലം. ഈ സ്ഥലമെല്ലാം ഇപ്പോൾ നമുക്ക് കാണാം. ഇവിടെ സഞ്ചാരികൾ ആരും തന്നെ എത്തിയിട്ടില്ല. അതിന് പകരം ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രദേശത്തേക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരെയും അകത്തോട്ട് കയറ്റിവിടുന്നില്ല. അതായത് ആളുകൾക്ക് അറിയാം, സ്വാഭാവികമായും ആളുകൾ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാവും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഫോർട്ട് കൊച്ചിയുടെ പ്രദേശത്തേക്ക് വിവിധ പ്രദേശങ്ങളിലായി പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആളുകളെ മാത്രമേ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യമുള്ളൂ. മറ്റുള്ളവരെ പൂർണ്ണമായും ഇവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന വഴി ഗ്രൗണ്ട് മുഴുവനുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെയാണ്, അവിടെ മുതലാണ് ഈ ഫോർട്ട് കൊച്ചിയുടെ നമുക്ക് ന്യൂ ഇയറിലോട്ട് വരുമ്പോൾ ദീപാലങ്കൃതമായ വഴികളാണ് ഉണ്ടായിരിക്കുന്നത്. മുകളിൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും നക്ഷത്രങ്ങളൊക്കെ തൂക്കി അതോടൊപ്പം തന്നെ കൂറ്റം മരങ്ങളിലൊക്കെ ബൾബൊക്കെ തെളിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു വർണ്ണക്കാഴ്ചകളൊന്നും ഇത്തവണ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് കൊച്ചി ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, മറ്റ് പ്രദേശങ്ങളിൽ പോവുകയാണെങ്കിൽ ആളുകൾ ചെറിയ രീതിയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവരെ പൂർണ്ണമായും തന്നെ കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് രീതിയിൽ തന്നെയാണ് പോലീസ് അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ പ്രത്യേക ടീമുണ്ട്. മട്ടാഞ്ചേരി SCPയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘമുള്ളത്. അതോടൊപ്പം തന്നെ ജീപ്പുകളിൽ മാത്രമല്ല ബൈക്കുകളിൽ പോലും പോലീസിൻ്റെ പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ആഡംബര ഹോട്ടലുകൾ അല്ലെങ്കിൽ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈകിട്ട് 10 മണി കഴിഞ്ഞാൽ DJ പാർട്ടികൾ പാടില്ല. മറ്റ് എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഹോം സ്റ്റേയിലുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾ പുറത്തിറങ്ങരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഷോപ്പുകളിലൊക്കെ രാവിലെ തന്നെ പോലീസിൻ്റെ പ്രത്യേക സംഘം എത്തി കൃത്യമായ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം എന്ന് പറയുന്നത് എന്തായാലും അത്ര ഒരു വർണ്ണപ്പൊലിമ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ തങ്ങളുടെ വീടുകളിലേക്കൊക്കെ ആളുകൾ പരമാവധി ആഘോഷങ്ങൾ കുറയ്ക്കുന്നൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. ധന്യ. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്.
ബി.ജെ.പിയെ വീണ്ടും വെട്ടിലാക്കി ഒ. രാജഗോപാൽ. കർഷക നിയമങ്ങൾക്കെതിരായ സർക്കാർ പ്രമേയത്തെ ഒ. രാജഗോപാൽ പിന്തുണച്ചു. കേന്ദ്ര നിയമം പിൻവലിക്കണമെന്ന പൊതു അഭിപ്രായം മാനിക്കുന്നുവെന്നും ഒ. രാജഗോപാൽ പറഞ്ഞു. എന്നാൽ ബി.ജെ.പിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം നിലപാട് തിരുത്തി. ഒ. രാജഗോപാലിന്റെ അസാധാരണ നീക്കം ബി.ജെ.പി കേന്ദ്രങ്ങളിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന് പിന്നാലെ ഒ. രാജഗോപാൽ നിയമസഭയിൽ സംസാരിച്ചത് ഇങ്ങനെ: കാർഷിക മേഖലയിലെ ഇടനിലക്കാരെയും കമ്മീഷൻ ഏജന്റന്മാരെയും ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും കൊണ്ടുപോയി വിൽക്കുവാൻ അധികാരം നൽകുന്ന നിയമങ്ങളാണ് ഇവയെല്ലാം. ഈ നിയമത്തെ എതിർക്കുന്നവർ കർഷക താൽപ്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരാണ്. സമരം ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പ്രധാനമന്ത്രി തയ്യാറില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി തയ്യാറായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി അറിയോ? സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രി ആദ്യം ആ നിയമങ്ങളൊക്കെ മാറ്റട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾ സംസാരിക്കാൻ പറ്റും. കണ്ടീഷൻ വെച്ചു. അതുകൊണ്ട് നടന്നില്ല. ചർച്ചയ്ക്ക് ആർക്കും വിരുദ്ധമൊന്നുമല്ല. ഇപ്പോഴും ചർച്ചകൾ ചെയ്യാം. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച് ഒ. രാജഗോപാൽ നിലപാട് കർശനമാക്കി. പ്രമേയത്തിലെ ചില പരാമർശങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തിനൊപ്പം നിൽക്കുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം. അതെ, ഏകണ്ഠമായി പ്രമേയം പാസാക്കി, ശരിയാണ്. അതെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ കോൺസെൻസസ് പൊതുവെ അങ്ങനെയല്ല. അപ്പം ഞാനത് സ്വീകരിക്കുന്നു. അതല്ലേ ഡെമോക്രാറ്റിക് സ്പിരിറ്റ്. ഞാൻ പറഞ്ഞ കൊമ്പ് 2 അല്ല കൊമ്പ് 4 എന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കേണ്ട കാര്യമല്ല. ഗവൺമെന്റ് ഇതിൽ ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം മറ്റ് ഉള്ള നിലയ്ക്ക് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള എല്ലാം കൂടി സമഗ്രമായിട്ടുള്ള റെസൊല്യൂഷനിൽ ഞാൻ പിന്തുണയ്ക്കും. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിന് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ ബി.ജെ.പിക്കാരനേക്കാൾ ഞാൻ എതിർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഓപ്പോസ് ചെയ്തു. രാജഗോപാലിന്റെ നീക്കം ബി.ജെ.പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. നിയമസഭയിലെ പ്രമേയ അവതരണത്തിനെതിരെ സംസ്ഥാന നേതൃത്വം വലിയ പ്രചരണം നടത്തുമ്പോഴാണ് ബി.ജെ.പിയുടെ ഏക എം.എൽ.എ പ്രമേയത്തെ അനുകൂലിച്ചത്. പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും ഒ. രാജഗോപാൽ പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും ബി.ജെ.പി അധ്യക്ഷൻ പറഞ്ഞു. അല്ല, ആ വാർത്തകളോട് ഇപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ ഞാൻ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ചിട്ട് ഞാൻ മറുപടി പറയും. ബി.ജെ.പി കടുത്ത പ്രതിരോധത്തിലായതോടെ രാജഗോപാൽ പുതിയ വിശദീകരണവുമായി എത്തി. പ്രമേയത്തെ അനുകൂലിച്ചിട്ടില്ല. കേന്ദ്ര നിയമത്തെയോ കേന്ദ്ര സർക്കാരിനെയോ വിമർശിച്ചിട്ടുമില്ല. വോട്ടെടുപ്പിന്റെ കാര്യം വേർതിരിച്ച് ചോദിക്കാത്ത സ്പീക്കർ ചട്ടം ലംഘിച്ചുവെന്നും ഒ. രാജഗോപാൽ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾ റദ്ദു ചെയ്യണമെന്ന് സംസ്ഥാന നിയമസഭ. കർഷക സമരം ഐതിഹാസികമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. പ്രധാനമന്ത്രിയുടെ പേര് പ്രമേയത്തിൽ പരാമർശിക്കാത്തതിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് കൊണ്ടുവന്നെങ്കിലും വോട്ടിനിട്ട് തള്ളി. കേന്ദ്ര കൃഷി നിയമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും നടക്കുന്ന സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാന നിയമസഭ. വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കേന്ദ്ര നിയമങ്ങൾ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിയമം കേരളത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രി. പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോലും അയക്കാതെ തിരക്കിട്ടാണ് ഈ സുപ്രധാന നിയമങ്ങൾ പാസാക്കിയത് എന്നത് ഗൗരവമായ പ്രശ്നമാണ്. മേൽ പ്രതിപാദിച്ച വസ്തുതകൾ കണക്കിലെടുത്ത് രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് സംസാരിച്ച കക്ഷി നേതാക്കളെല്ലാം പ്രമേയത്തെ ഒരുപോലെ അനുകൂലിച്ചു. എന്നാൽ പ്രമേയത്തിൽ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കാത്തതിലുള്ള വിയോജിപ്പ് പ്രതിപക്ഷാംഗം കെ.സി. ജോസഫ് രേഖപ്പെടുത്തി. സർ, 3ാമത്തെ അമെൻമെന്റ് ഈ സമരം 100 ദിവസമായി. പ്രധാനമന്ത്രി ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. നമ്മളാരെ ഭയപ്പെടുന്നത്? ഈ പ്രമേയം പാസ്സാക്കുമ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിക്കണ്ടേ? പ്രധാനമന്ത്രിയുടെ നിലപാടുകൾക്കെതിരായ വികാരം പ്രതിഫലിക്കുന്നതാണ് കേന്ദ്ര നിയമത്തിനെതിരായ പ്രമേയമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. വിയോജിപ്പ് വോട്ടിനിട്ട് തള്ളി. രാജ്യത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ മാതൃകയിൽ എന്തുകൊണ്ട് ബദൽ നിയമനിർമ്മാണം നടത്തുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. നിയമനിർമ്മാണം പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉപനേതാവ് എം.കെ. മുനീറും ഹാജരായില്ല. ഐക്യകണ്ഠേന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർക്കെതിരെ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷം സഭയിൽ. സഭാ സമ്മേളനം വിളിക്കാൻ അനുവദിക്കാത്ത ഗവർണർക്കെതിരെ സഭ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഗവർണറുടെ നടപടിയെ വിമർശിച്ച മുഖ്യമന്ത്രി പക്ഷേ രൂക്ഷമായ പ്രതികരണത്തിന് തയ്യാറായില്ല.
ഗവർണർക്കെതിരെ ശക്തമായ നിലപാട് എടുക്കേണ്ട സർക്കാർ കാലുപിടിച്ചത് എന്തിനെന്നായിരുന്നു KC ജോസഫിന്റെ ചോദ്യം. TA അഹമ്മദ് കബീറും അനൂപ് ജേക്കബും കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഭരണഘടനാപരമായുള്ള അവകാശത്തെ ലംഘിക്കാൻ ഗവർണർ തയ്യാറായപ്പോൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടതായിരുന്നു. സർ, അതിന് പകരം രണ്ടാമത് ശുപാർശ ചെയ്ത് 2 മന്ത്രിമാരെ ക്രിസ്മസ് കേക്കുമായി രാജ്ഭവനിലേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് അസംബ്ലിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഗവർണറുടെ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ വിമർശനത്തിൽ മിതത്വം പാലിച്ചു. ഗവർണർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ സഹായം, ഉപദേശം അതുപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ഗവർണർക്ക് വിവേചനാധികാരമുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിവേചനാധികാരം ഗവർണർക്കില്ല. ഗവർണറുമായി സർക്കാർ വഴക്കിന് പോകുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞ KB ഗണേഷ് കുമാറും PC ജോർജും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അഭിനന്ദിച്ചു. നമ്മളൊരു ഡേറ്റ് ചോദിച്ചു, ആ ഡേറ്റിൽ അസൗകര്യം പറഞ്ഞു. രണ്ടാമതൊരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റ് അനുവദിച്ചു. ഗവർണറെ അധിക്ഷേപിക്കാൻ ഗവർണറുമായി ഗവൺമെൻറ് ഒരു വഴക്കിലേക്ക് പോകുന്നത് ഭരണഘടനയിൽ ഭംഗിയുള്ളൊരു കാര്യമല്ല എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു മാന്യമായ നിലപാടെടുത്തത്. ആ ഗവർണർ കാണിച്ച ശുദ്ധ മര്യാദകളാണ്. ഞാനന്ന് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു. MLA-മാരെ വിളിക്കാൻ ഒരു ഗവർണറെ അവതരണം വേണ്ട, മുഖ്യമന്ത്രി വിളിക്കാം. താഴെ നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ MLA-മാരെ വിളിച്ചു കൂട്ടി അങ്ങ് ഈ കാര്യം പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞവനെ അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അല്പം കൂടി കടന്ന് ചിന്തിച്ചു. എനിക്ക് അദ്ദേഹത്തെ ബഹുമാനം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ. ഏതായാലും ഗവർണറുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനും ഇല്ലാതെ വളരെ സ്മൂത്തായി ഇങ്ങനെ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ മടിക്കുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ നടപടി അഭിനന്ദനീയമെന്ന് CPM കേന്ദ്ര നേതൃത്വം. കാർഷിക നിയമം രാജ്യത്തിന് ആപത്താണെന്നും CPIM കർഷകർക്കൊപ്പമാണെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. കാർഷിക നിയമത്തിൽ BJPക്കുള്ളിൽ തന്നെ ശക്തമായ അഭിപ്രായ ഭിന്നത ശക്തമാണ്. O രാജഗോപാൽ പ്രമേയത്തെ പിന്തുണച്ചതിൽ BJP അഭിപ്രായം വ്യക്തമാക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലത്തുകൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ഡ്രൈ റൺ മറ്റന്നാൾ നടത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. വാക്സിൻ വിതരണം ഉടൻ സാധ്യമാകുമെന്നും 2021 തദ്ദേശീയ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാക്സിന് അടിയന്തര അനുമതി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നാളെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ യോഗം ചേരും. UK-യിൽ നിന്ന് രാജ്യത്ത് തിരിച്ചെത്തിയവരിൽ 5 പേർക്ക് കൂടി അതിവേഗ കോവിഡ് സ്ഥിരീകരിച്ചു. ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ഡ്രൈ റൺ മറ്റന്നാൾ നടത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. വാക്സിൻ വിതരണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി. വാക്സിൻ വിതരണം ഉടൻ സാധ്യമാകുമെന്നും 2021 തദ്ദേശീയ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി നൽകാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്കോട്ട് എയിംസിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങിൽ പറഞ്ഞു. वैक्सीन को लेकर भारत में हर जरूरी तैयारियां चल रही है. भारत में बनी वैक्सीन तेजी से हर जरूरी वर्ग तक पहुंचे, इसके लिए कोशिशें अंतिम चरणों में हैं. दुनिया का सबसे बड़ा टीकाकरण अभियान चलाने के लिए भारत की तैयारियां जोरों पर है. കോവിഡ് വാക്സിന് അടിയന്തര അനുമതി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നാളെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ യോഗം ചേരും. കോവിഷീൽഡ്, കോവാക്സിൻ, ഫീസർ എന്നീ വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിനായുള്ള അപേക്ഷകളിലാണ് തീരുമാനമെടുക്കുക.
UK-യിൽ നിന്ന് രാജ്യത്ത് തിരിച്ചെത്തിയവരിൽ 5 പേർക്ക് കൂടി അതിവേഗ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജനിതക വ്യതിയാനം സംഭവിച്ച കോവിഡ് ബാധിതരുടെ എണ്ണം 25ആയി. ന്യൂസ് 18 ഡൽഹി. സ്ത്രീയെയും 3 പെൺമക്കളെയും അടങ്ങിയ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഇവർ താമസിച്ചിരുന്ന ഷെഡ് പൊളിച്ചു മാറ്റി. ഇക്കഴിഞ്ഞ 17-നാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഷെഡ് പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആരും ഇക്കാര്യം ആ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരും തന്നെ ഇക്കാര്യം എന്നെ പോലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതാണ് വാസ്തവം. ഏതായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടുത്തെ നമ്മുടെ യുവജന സംഘടനാ പ്രവർത്തകരോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അവരവിടെ പോയി അന്വേഷിച്ചു. താൽക്കാലികമായിട്ട് അവരുടെ വീട് ആ ഷെഡ് പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ നടപടികൾ ശരിയായിട്ട് സ്വീകരിക്കാം. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. അന്യായം എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാട് നമുക്ക് സ്വീകരിക്കും. പോലീസിന് പരാതി നൽകിയിട്ട് പോലീസ് അക്കാര്യത്തിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാക്കാം. നെറ്റ്വർക്ക് 18-ഉം വിസ്പറും ചേർന്ന് പീരീഡ് ഓഫ് പ്രൈഡ് എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. രാജ്യത്ത് നല്ലൊരു ശതമാനം സ്ത്രീകൾക്കിടയിൽ ആർത്തവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന അബദ്ധധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പയിൻ. 56% സ്ത്രീകളും ആർത്തവകാലത്ത് കാണുന്നത് വിലക്കപ്പെട്ട ഒന്നായാണ്. 42%-ലധികം സ്ത്രീകൾ കടകളിൽ നിന്ന് സാനിറ്ററി നാപ്കിനുകൾ വാങ്ങുന്നതിലും വിമുഖരാണ്. 38% ആർത്തവത്തെ ഒരു മുറിവായോ രോഗാവസ്ഥയായോ ആണ് പരിഗണിക്കുന്നത്. 40 കോടിയിലധികം വരുന്ന സ്ത്രീകളിൽ 20% മാത്രമാണ് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യുവതലമുറയെ ആർത്തവ ശുചിത്വ പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും പരിചയപ്പെടുത്തുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. Network 18 and Whisper have joined hands for Period of Pride. Ek Swachh Soch. It's time to drive the change. There is an urgent need for a change on how we can look at menstruation differently and its management. 1 in every 5 girls in India actually drops out of school at her puberty for the simple reason that she doesn't have the right education about periods. हर स्कूल करिकुलम में ये कॉन्वर्सेशन आए क्योंकि फ्यूचर जनरेशन भी बदलाव लाएंगे ना. And to start this campaign that looks at normalizing menstruation and educating girls and boys about periods, the Honorable Minister of Education, Dr. Ramesh Pokhriyal, is lending support to this initiative. लड़ाकू विमान चलाने से लेकर के और एवरेस्ट चोटी की फतह करने तक कौन सा क्षेत्र है जिसपे बेटियां पहली पंक्ति में खड़ी होकर के और अपना योगदान नहीं देती हैं. उनकी बहुत सारी समस्याएं हैं, परेशानियां हैं. उन परेशानियों और समस्याओं को ये पूरा समाज, जो परिवार का व्यक्ति और समाज के लोग हम यदि महसूस करें तो उसमें कई गुना ताकत और बढ़ जाएगी. ആർത്തവത്തെക്കുറിച്ചുള്ള അവബോധം രാജ്യത്തെ ഓരോ സ്ത്രീകളിലും എത്തിക്കാൻ വിസ്പറിനോട് ചേർന്ന് നെറ്റ്വർക്ക് 18-ഉം പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണ്. ഈ ബോധവൽക്കരണം ഉൾക്കൊള്ളുകയും രാജ്യത്തിലെ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. സ്കൂൾ പാഠ്യപദ്ധതിയിലും ആർത്തവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനായി പീരീഡ് ഓഫ് പ്രൈഡ് എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിവേദനത്തിൽ ഒപ്പുവെച്ച് നിങ്ങൾക്കും ഈ ക്യാമ്പയിനിൽ പങ്കാളിയാകാം. മറ്റു വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ജനുവരി 2-ന് കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്താൻ നോട്ടീസ് നൽകി. ഹാജരാകുമ്പോൾ രേഖകൾ കൂടി കൊണ്ടുവരണമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയുടെയും സരിത്തിന്റെയും രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രോട്ടോകോൾ ഓഫീസറെ ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തുന്നത്. നേരത്തെ 2 തവണ NIA പ്രോട്ടോകോൾ ഓഫീസറെ വിളിച്ചുവരുത്തിയിരുന്നു. ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് കേരളത്തിൽ വിൽപ്പന അനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനൊരുങ്ങി സർക്കാർ. 4-ാം തീയതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ലോട്ടറി മാഫിയയുടെ നീക്കങ്ങളെ ഗൌരവത്തോടെയാണ് കാണുന്നത്. അപ്പീൽ നൽകും വരെ കേരളത്തിൽ കച്ചവടം നടത്താൻ അനുവദിക്കില്ല. ലോട്ടറി മാഫിയയ്ക്ക് BJP സഹായമുണ്ടെന്നും ധനമന്ത്രി ആരോപിച്ചു. നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതൊക്കെ വസ്തുത തന്നെ. പക്ഷെ ആരെവിടെ മേൽനോട്ടം വഹിക്കേണ്ടത്? അപ്പം അതുകൊണ്ട് ഈ തീർപ്പിനെതിരായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ
സീനിയർ വക്കീലന്മാരെ നിയോഗിച്ചുകൊണ്ട് അപ്പീല് അടിയന്തരമായിട്ട് സമർപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 4-ാം തീയതി റിട്ട് അപ്പീല് ഫയൽ ചെയ്യും. കാർഷിക നിയമത്തിനെതിരെ സമരം തുടരുന്ന കർഷകരുമായി ജനുവരി 4-ന് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും. കർഷകർ മുന്നോട്ട് വച്ച ചില കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെ തിങ്കളാഴ്ച വരെ കർഷകർ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ഡൽഹിയുടെ വിവിധ അതിർത്തികളിൽ കർഷക സമരം 36-ാം ദിവസവും തുടരുകയാണ്. കേന്ദ്ര സർക്കാരുമായി ഇന്നലെ നടന്ന ചർച്ച ഭാഗികമായി വിജയിച്ചെന്നാണ് കർഷക നേതാക്കളുടെ അഭിപ്രായം. കർഷകർ മുന്നോട്ടുവച്ച 4 ആവശ്യങ്ങളിൽ 2 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. വൈദ്യുതി ഭേദഗതി ബില്ല് 2020-ന്റെ കരട് പിൻവലിക്കാനും കാർഷികാവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായുമലിനീകരണ ഓർഡിനൻസിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. എന്നാൽ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. നിയമം പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കും. പക്ഷേ താങ്ങുവില നിയമപരമാക്കാനാവില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇതിന്മേൽ വീണ്ടും ചർച്ച നടത്താമെന്ന ധാരണയിലാണ് കഴിഞ്ഞ ദിവസം കർഷക സംഘടനാ നേതാക്കളും സർക്കാരും പിരിഞ്ഞത്. 4-ാം തീയതി ചർച്ചയുള്ളതിനാൽ ഇന്ന് അതിർത്തികളിൽ നടത്താനിരുന്ന ട്രാക്ടർ റാലി കർഷകർ വേണ്ടെന്ന് വെച്ചു. ഡൽഹിയിലെ കടുത്ത ശൈത്യം കണക്കിലെടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും സമരവേദികളിൽ നിന്ന് വീടുകളിലേക്ക് തിരികെ അയക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം ഭാവി പരിപാടികൾ കർഷക നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതേസമയം കർഷക സമരം തുടരവേ ഹരിയാനയിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP-JJP സഖ്യത്തിന് തിരിച്ചടിയുണ്ടായി. അംബാല, സോണിപത്ത് എന്നിവിടങ്ങളിൽ മേയർ സ്ഥാനം നഷ്ടമായി. ന്യൂസ് 18 ഡൽഹി. പത്തനംതിട്ട അടൂരിൽ വാടക കെട്ടിടം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ട പോലീസുകാരനെ വസ്ത്രശാലയിൽ ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. 6 പേരെ അറസ്റ്റ് ചെയ്തു. വസ്ത്രശാല ഉടമ ഒളിവിലാണ്. മർദ്ദനത്തിനിരയായ ASI അജി ആശുപത്രിയിൽ ചികിത്സ തേടി. ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് ദ്വീപുകളിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. ന്യൂസിലാൻഡിലും അല്പസമയത്തിനകം പുതുവർഷം പിറക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആതിര സുധാകരൻ ചേരുന്നു. ആതിര, പുതുവർഷം പിറന്നിരിക്കുന്നു, വിവരങ്ങൾ. ആതിര, കേൾക്കാമോ? ധന്യ, ലോകത്ത് പസഫിക് ദ്വീപുകളിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. ഇന്ത്യ സമയം 3:30-ക്കാണ് പസഫിക് ദ്വീപുകളിൽ 2021 പിറന്നത്. പ്രധാനമായിട്ടും ഡോങ്ക, കിരിബാത്തി, സമോവ ദ്വീപുകളിലേക്കാണ് 2021 ആദ്യം പിറന്നത്. അതിനുശേഷം ന്യൂസിലൻഡിലേക്കും 2021 പുതുവത്സരം എത്തിയിരിക്കുകയാണ്. ന്യൂസിലൻഡിലെ തന്നെ പ്രധാനമായും ഓക്ലൻഡ്, വെല്ലിംഗ്ടൺ മേഖലകളിലാണ് 2021 എത്തിയിരിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, നോർത്ത് സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് രാജ്യങ്ങളിലും 2021 പിറക്കും. അതിനൊക്കെ ശേഷം ഓരോ രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇന്ന് രാത്രി 12 മണിക്കാണ് ഇന്ത്യയിലേക്കും 2021 എത്തുക. എന്തായാലും വലിയ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകത്ത് ഒരിടത്തും തന്നെ ഇല്ല. ഇനി നാളെ പുതുവത്സരം പിറക്കുന്ന രാജ്യങ്ങളുണ്ട്. ബ്രസീൽ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നാളെയാണ് പുതുവത്സരം പിറക്കുക. എങ്കിൽ കൂടിയും ഈ ഒരു കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ ആഘോഷങ്ങളില്ല എങ്കിൽ കൂടിയും
ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് ദ്വീപുകളിൽ ആദ്യം പുതുവർഷമെത്തി. ന്യൂസിലാൻഡിലും പുതുവർഷം പിറന്നിരിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.